വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡിയുടെ രാസനാമം കാൽസിഫെറോൾ എന്നാണ്. വൈറ്റമിൻ ഡിയുടെ രാസനാമം കാൽസിഫെറോൾ എന്നാണ്. വൈറ്റമിൻ ഡി സ്റ്റിറോയിഡ് വൈറ്റമിൻ, സൺഷൈൻ വൈറ്റമിൻ, ആൻറ്റി റിക്കറ്റിക് വൈറ്റമിൻ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. വൈറ്റമിൻ ഡി സ്റ്റിറോയിഡ് വൈറ്റമിൻ, സൺഷൈൻ വൈറ്റമിൻ, ആൻറ്റി റിക്കറ്റിക് വൈറ്റമിൻ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. വൈറ്റമിൻ ഡി പച്ചക്കറികളിൽ നിന്ന് ലഭിക്കുന്നില്ല. വൈറ്റമിൻ ഡി പച്ചക്കറികളിൽ നിന്ന് ലഭിക്കുന്നില്ല. വൈറ്റമിൻ ഡി ശരീരത്തിൽ കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തെ സഹായിക്കുന്നു. വൈറ്റമിൻ ഡി ശരീരത്തിൽ കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തെ സഹായിക്കുന്നു. വൈറ്റമിൻ ഡി കൊഴുപ്പിൽ ലയിക്കുന്നു. വൈറ്റമിൻ ഡി കൊഴുപ്പിൽ ലയിക്കുന്നു. വൈറ്റമിൻ ഡി പാൽ ഉൽപ്പന്നങ്ങൾ, മത്സ്യം, മീനെണ്ണ എന്നിവയിൽ ധാരാളം അടങ്ങിയിരിക്കുന്നു. വൈറ്റമിൻ ഡി പാൽ ഉൽപ്പന്നങ്ങൾ, മത്സ്യം, മീനെണ്ണ എന്നിവയിൽ ധാരാളം അടങ്ങിയിരിക്കുന്നു. വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗമാണ് ഓസ്റ്റിയോമലാസിയ. വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗമാണ് ഓസ്റ്റിയോമലാസിയ. വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് കണ അഥവാ റിക്കറ്റ്സ്. ഇത് അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്ന അവസ്ഥയാണ്. വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് കണ അഥവാ റിക്കറ്റ്സ്. ഇത് അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്ന അവസ്ഥയാണ്. വൈറ്റമിൻ ഡി 2 തരമുണ്ട്. ഒന്ന് വൈറ്റമിൻ D2, ഇതിൻ്റെ രാസനാമം എർഗോസ്റ്റിറോൾ എന്നാണ്. 2 വൈറ്റമിൻ D3, ഇതിൻ്റെ രാസനാമം കോൾ കാൽസിഫെറോൾ എന്നാണ്. വൈറ്റമിൻ ഡി 2 തരമുണ്ട്. ഒന്ന് വൈറ്റമിൻ D2, ഇതിൻ്റെ രാസനാമം എർഗോസ്റ്റിറോൾ എന്നാണ്. 2 വൈറ്റമിൻ D3, ഇതിൻ്റെ രാസനാമം കോൾ കാൽസിഫെറോൾ എന്നാണ്. വൈറ്റമിൻ ഡി സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികളുടെ സഹായത്തോടെയാണ് ത്വക്കിൽ നിർമ്മിക്കപ്പെടുന്നത്. വൈറ്റമിൻ ഡി സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികളുടെ സഹായത്തോടെയാണ് ത്വക്കിൽ നിർമ്മിക്കപ്പെടുന്നത്. വൈറ്റമിൻ ഡി അസ്ഥികളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. വൈറ്റമിൻ ഡി അസ്ഥികളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്.